ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. വാർഷികത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം തന്നെ എന്താണ്? വായിക്കാം, എഴുതാം. അപ്പോൾ ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ. കവിതയുടെ പേരെന്താണ്? സമ്മാനം. ഓണത്തുമ്പികൾ പൂമ്പാറ്റകളും താണുപറക്കും മലയാളം വാഴപ്പൂവിൻ അല്ലി വിടർത്തി തേൻ നുണയുന്നോരണ്ണാനും ചപ്പില ചിക്കി കലപില കൂട്ടി ചെപ്പുകുലുക്കും മൈനകളും മൂളിമുരണ്ടു വരുന്നൊരു വണ്ടിനു വഴികാട്ടുന്നൊരു പൂങ്കാറ്റും കുഞ്ഞു ചിലങ്ക കിലുക്കിത്തുള്ളി പാഞ്ഞൊഴുകും പൂഞ്ചോലകളും പുത്തനൊടുപ്പുമണിഞ്ഞു ചിരിക്കും പൂമണമേന്തിയ പൂവുകളും അങ്ങകലത്തിലിരുന്നു ചിരിക്കും കുഞ്ഞേ മുത്തം തന്നേ പോ അത്തം പത്തിനു മുത്തം വാങ്ങാൻ മുത്തേ വാവാ മലനാട്ടിൽ. എഴുതിയിരിക്കുന്നത് എം വിജയലക്ഷ്മിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു പാരഗ്രാഫ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കഥയായിരിക്കും. എന്തായാലും അത് നന്നായിട്ട് വായിച്ചിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസ് ഉണ്ടാവും. ചിലപ്പം ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും കേട്ടോ. ഇവിടെ കുറച്ച് ഓപ്ഷൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മലയാള നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഭൂമി, കേരളം, പൂഞ്ചോല, മാമലകൾ. അപ്പോൾ എന്താണ് മലയാള നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളമാണ് അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം, വാഴപ്പൂവിൻ്റെ തേൻ നുണയുന്നത് ആരാണ്? ഓപ്ഷൻ എ തുമ്പികൾ, ഓപ്ഷൻ ബി അണ്ണാൻ, ഓപ്ഷൻ സി വണ്ട്, ഓപ്ഷൻ ഡി പക്ഷി. ആരാണ് വാഴപ്പൂവിൻ്റെ തേൻ നുണയുന്നത്? അപ്പോൾ മക്കൾ കവിത ഒന്ന് ചൊല്ലി നോക്കിക്കേ. വാഴപ്പൂവിൻ അല്ലി വിടർത്തി തേൻ നുണയുന്നോരണ്ണാനും. അപ്പോൾ ആരാണ്? അണ്ണാനാണ് അല്ലേ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ കവിതയിൽ വണ്ട് വരുന്നതിനെ എങ്ങനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ വണ്ടിനെ കുറിച്ച് പറയുന്ന ആ ഒരു വരി നോക്കുക മക്കൾ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കലപില കൂട്ടി, കിലുക്കിത്തുള്ളി, മൂളിമുരണ്ട്, ചിരിച്ചു ചിരിച്ച്. അപ്പോൾ വണ്ടുള്ള ആ വരി നോക്കിക്കേ. മൂളിമുരണ്ടു വരുന്നൊരു വണ്ടിനു വഴി കാട്ടുന്നൊരു പൂങ്കാറ്റും. അപ്പോൾ എങ്ങനെയാ വണ്ട് വരുന്നത്? മൂളിമുരണ്ടാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. പൂഞ്ചോലയുടെ പ്രത്യേകത എന്ത്? ഓപ്ഷൻസ് എന്തൊക്കെയാ? ചിരിക്കുന്നു, പൂമണമേന്തുന്നു, മുത്തം നൽകുന്നു, ചിലങ്ക കിലുക്കുന്നു. അപ്പോൾ പൂഞ്ചോല എന്നുള്ള ആ ഒരു ഭാഗം നോക്കാം. അപ്പോൾ ഏതാണ് വരി? കുഞ്ഞു ചിലങ്ക കിലുക്കിത്തുള്ളി പാഞ്ഞൊഴുകും പൂഞ്ചോലകളും. അപ്പോൾ എങ്ങനെയാ? കുഞ്ഞു ചിലങ്ക കിലുക്കിത്തുള്ളിയാണ്. അപ്പോൾ ഇതിൽ ചിലങ്ക കിലുക്കുന്നു എന്ന് ഉത്തരമുണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ്? പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് പൂവ്, പൂഞ്ചോല, പൂങ്കാറ്റ്, മൈന. അപ്പോൾ ഏതാണ് വരി? പുത്തനുടുപ്പുമണിഞ്ഞു ചിരിക്കും പൂമണമേന്തിയ പൂവുകളും. ആരാണ്? പൂമണമേന്തിയ പൂവുകളാണ് അല്ലേ. അപ്പം ഓപ്ഷൻ എ പൂവാണ് കേട്ടോ മക്കളെ. അടുത്തത് പ്രവർത്തനം 2, ജീവചരിത്ര കുറിപ്പ്. അപ്പോൾ ഇവിടെ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് കുറച്ച് ഹിൻസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം, പാലക്കാട് കിള്ളിക്കുറിശി മംഗലം, തുള്ളൽ പ്രസ്ഥാനം, പിന്നെയോ കൃതികൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, സഭാപ്രവേശം, കീചകവധം, പിന്നെ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും, ദീപസ്തംഭം, മഹാശ്ചര്യം, പിന്നെ ജനകീയ കവി, ഫലിത സാമ്രാട്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പം ഞാനിവിടെ ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതിയത് കാണിക്കാം. മക്കൾക്ക് കൂടുതൽ അറിയെങ്കിൽ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് തന്നെ ഒന്ന് വിശദീകരിച്ച് ജനിച്ചത് പാലക്കാട് കിള്ളിക്കുറിശി മംഗലത്താണെന്നും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഉള്ള സൂചകങ്ങളൊക്കെ ഒന്ന് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പം തന്നെ മക്കൾക്ക് മാർക്ക് കിട്ടും. ഇവിടെ ഞാനൊന്ന് മോഡൽ കൊടുക്കാം.
കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട ഒരു കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. 1700 കാലഘട്ടത്തിൽ കിള്ളിക്കുറിശി മംഗലത്താണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന വിധം ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം തുള്ളൽ പാട്ടുകൾ രചിച്ചത്. പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഫലിതങ്ങളും പരിഹാസങ്ങളും തുള്ളൽ പാട്ടിലുടനീളം കാണാം. ജനകീയ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സമൂഹത്തെ പരിഹാസത്തിലൂടെ നന്നാക്കാൻ പരിശ്രമിച്ച കവിയാണ് അദ്ദേഹം. ഫലിത സാമ്രാട്ട് എന്നും പേരുണ്ട്. ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, സഭാപ്രവേശം, കീചകവധം എന്നിവ പ്രധാന കൃതികളാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ മക്കൾക്കൊന്ന് വിപുലീകരിച്ച് എഴുതാട്ടോ. പിന്നെ അതിൽ തന്നെ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും, ദീപസ്തംഭം മഹാശ്ചര്യം എന്നൊക്കെ തന്നിട്ടുണ്ടല്ലോ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. അതും കൂടെ എഴുതി ചേർക്കാം. അതിൽ തന്നെ അടുത്ത ചോദ്യം എന്താണ്? പ്രാചീന കവിത്രയത്തിൽ പെടാത്തതാര് എന്ന്. അപ്പോൾ ഇവിടെ ചെറുശ്ശേരി, വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രാചീന കവിത്രയങ്ങൾ ആരാണ്? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛനാണ് അല്ലേ. അപ്പം അതിൽ പെടാത്തത് വള്ളത്തോളാണ്. അടുത്തത് പ്രവർത്തനം 3 ഒരു സംഭാഷണമാണ്. കിള്ളിയാർ കാവൽ കടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ സംഭാഷണം എഴുതുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം എഴുതണം. അനുയോജ്യമായ ഭാഷ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ മക്കൾ നല്ലപോലെ എഴുതുക. ഇനി പ്രവർത്തനം 4 വിശകലന കുറിപ്പാണ്. പാരിടമൊന്നായി കാണും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം. ഏകലോകമെന്ന ആശയത്തെയാണല്ലോ പട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. വിശകലന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം ആരെഴുതിയതാണെന്ന് കൊടുക്കണം കേട്ടോ. പി കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ് പട്ടം പറപ്പിക്കട്ടെ എന്നത്. ഈ കവിതയിൽ പട്ടത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമാണ് പറയുന്നത്. ഉയർന്നു പറക്കുന്ന പട്ടം ഭൂമിയെ ഒന്നായി കാണുന്നത് പോലെ നമുക്കും ലോകത്തെ ഒന്നായി കാണാൻ കഴിയണം. ഭൂമിയിൽ ഓരോ ഇടങ്ങളിലായി വസിക്കുന്ന നമുക്കിടയിൽ ഇപ്പോഴും വിഭാഗീയതയുണ്ട്. വർണ്ണവർഗ വ്യത്യാസങ്ങൾ ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുകയാണ് ഈ കവിതയിൽ. മനുഷ്യരും പട്ടത്തെ പോലെ ആകണമെന്നും മനുഷ്യരെല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഭൂമിയുടെ ഭംഗി വർദ്ധിക്കുമെന്നും കവി പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ മക്കളുടേതായ കുറച്ച് വാക്കുകളും കൂടെ ഒക്കെ കൂട്ടി ചേർത്തിട്ട് എഴുതുക കേട്ടോ. അടുത്ത പ്രവർത്തനം എന്താണ്? കുറിപ്പാണ് അല്ലേ. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങളൊരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനടിയിലെ ലോകം. ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗത്തിൽ ഡോക്ടർ ബീബിനുണ്ടായ അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീടിന് ചുറ്റുപാടുമുള്ള വിവിധ കാഴ്ചകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കൂ. കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ വായിച്ച കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം അതിൽ തന്നെ ഒരു ചോദ്യം കൂടെ വരുന്നുണ്ട്. ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഏതാണ്? മണ്ണും മനുഷ്യനും. അടുത്തത് ഒരു ഡയറി കുറിപ്പ് എഴുതാനുള്ളതാണ്. പൂവും കൊച്ചുകുട്ടിയും തമ്മിലുള്ള സൗഹൃദമാണല്ലോ കടലോളം സ്നേഹം എന്ന യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ നാം കണ്ടത്. പൂവും കുട്ടിയും തമ്മിൽ ധാരാളം കഥകൾ പങ്കുവച്ചു. പിറ്റേ ദിവസം രാവിലെ പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അത് അവളെ സങ്കടപ്പെടുത്തി. അന്നേ ദിവസം അവൾ എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ആദ്യം തന്നെ ദിവസവും തീയതിയും എഴുതണം. അതിനുശേഷം നമുക്ക് എന്തെഴുതാം? ഇന്നെനിക്ക് വളരെ സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ ഇന്നലെയും കൂടെ പൂവിനെ കണ്ടതാണ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. തമ്മിൽ ഒരുപാട് കഥകൾ പറഞ്ഞു. നല്ല ഭംഗിയുള്ള ആ പൂവ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇന്ന് രാവിലെ ആ പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി. ഇതുപോലെയൊക്കെ മക്കൾ ഡയറി എഴുതാറുണ്ടല്ലോ. അതുപോലെ മക്കളുടേതായ ഭാഷയിൽ എഴുതുക കേട്ടോ. അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം. ആരുടെ വാക്കുകളാണിത്? ഇവിടെ ആരൊക്കെ പേരുകളാണ് തന്നിട്ടുള്ളത്? മത്തൻ, കയ്പവള്ളി, തെങ്ങ്, പപ്പായ. തെങ്ങും പപ്പായയും വള്ളിയിലല്ലേ. പിന്നെ മത്തനും കയ്പവള്ളിയും. അപ്പോൾ ഏതാണ് മുകളിലോട്ട് വളരുന്നത്? കയ്പവള്ളിയാണ് അല്ലേ. അപ്പോൾ മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഒക്കെ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലേ. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്നാലേ അതിലുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.